എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹോളി സ്പിരിറ്റ് ഗോഡ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സൗണ്ട് മൈൻഡിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ്, അല്ലെ, ദൈവമാണ്. യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ശക്തിയാണ് നമ്മുടെ ഉള്ളിലും വ്യാപിക്കുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, വീക്കായിരിക്കുന്ന വ്യക്തികളല്ല, അല്ലെ. ദൈവം യേശുക്രിസ്തു ഓവർകം ചെയ്തിരിക്കുകയാണ്, അതിജീവിച്ചിരിക്കുകയാണ് ലോകത്തെ, അല്ലെ. മരണത്തിനെയും പാതാളത്തിന്റെയും കീയെല്ലാം യേശുക്രിസ്തുവിന്റെ കയ്യിലാണ്. അപ്പൊ നമ്മള് ശക്തിയില്ലാത്തവര്, കഷ്ടപ്പെടുന്ന വ്യക്തികൾ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, അല്ലെ. നമുക്ക് എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മൾ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വാസത്തോടുകൂടി സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, അതിൽ പ്രവർത്തിക്കാനും നമ്മളതിൽ നിന്ന് വിടുവിക്കാനും നമ്മളെ വിക്ടോറിയസ് ആക്കാനും താല്പര്യവും കഴിവും ഉള്ളവനാണ് യേശുക്രിസ്തു. നമ്മൾ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കണം എന്ന് മാത്രം. നമ്മൾക്ക് തന്നെ സോൾവ് ചെയ്യാം, നമുക്ക് തന്നെ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല, അല്ലെ. വിശ്വാസം കുറവുള്ളവരാണെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ കൈകളിലേക്ക് ജീവിതം കൊടുക്കുക. ധൈര്യം കുറവുള്ളവരാണെങ്കിൽ അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, യേശുവിന്റെ കൈകളിലേക്ക് ജീവിതത്തെ കൊടുക്കുക, അല്ലെ. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ വരുത്തുന്ന മാറ്റം അതൊരു വലിയൊരു ടെസ്റ്റിമണി ആയിട്ട് തരും, ദൈവത്തിലുള്ള ഒരു ടെസ്റ്റിമണി ആയിട്ട് തരും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്ന കർത്താവേ, താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങൾ ഒട്ടും തന്നെ ശക്തി കുറഞ്ഞവരല്ല, കാരണം ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. ഞങ്ങൾക്ക് ഹെൽപ്പ് ഇല്ലാത്തവരല്ല കർത്താവ്. ലോർഡ് ഫാദർ, അങ്ങ് ഞങ്ങളുടെ ഹെൽപ്പറായിട്ടുണ്ട്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ. വചനം വായിക്കുമ്പോൾ ഞങ്ങൾ വചനം വഴി ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവ്, യേശുവിൻ നാമത്തിനാമേ. പിതാവ് അങ്ങേക്കാട്ടും പുത്രന്റെ ഹോളി സ്പിരിറ്റിനോടാണ് നന്ദി പറയുന്നു. ഈ ചെയ്യുന്ന കർത്താവ് യേശുവിൻ നാമത്തിനാമേ. നമുക്കിത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് പോകാം. 4-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 4-ന്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകരും സാദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കയാൽ നീരസപ്പെട്ടു. അവരെ പിടിച്ചു വൈകുന്നേരം ആകൊണ്ട് പിറ്റന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയി. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയഫാവും യോഹന്നാനും അലക്സന്തരും മഹാപുരോഹിത വംശത്തിലുള്ളവർ ഒക്കെയും ഉണ്ടായിരുന്നു. അവരെ നടുവിൽ നിർത്തി, ഏതു ശക്തി കൊണ്ടോ ഏതു നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞു: ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരും ആയുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്നും ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവനുമായ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു എന്നും നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനം ഒക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. വീട് പണിയുന്നവനായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടു കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊന്നിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവും ഇല്ല. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവനോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറയാനും വയ്യായിരുന്നു. അപ്പൊ ഇവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ 3-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, പീറ്ററും ജോണും കൂടെ വൈകുന്നേര സമയത്ത് പ്രാർത്ഥനയുടെ സമയത്ത് ടെമ്പിളിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് പോകുമ്പോൾ ബ്യൂട്ടിഫുൾ എന്നുള്ള ആ ഗേറ്റിന്റെ അരികില് ഒരാള് തന്റെ ജനനം തൊട്ടേ തന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കാലം മുടന്തനായിരുന്ന ഒരാളെ കൊണ്ട് അവിടെ ഇരുത്തിയിരിക്കുന്നു, ഭിക്ഷ യാചിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇവര്
അവര് രണ്ടുപേരും കൂടെ നോട്ട് പോളല്ല പീറ്ററും ജോണും കൂടെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് തൊട്ട് അയാള് യാചിക്കുന്നു. അപ്പോൾ പീറ്റർ അയാളിലേക്ക് നോക്കിയിട്ട് പറയുന്നു, ഓക്കെ എൻ്റെ കയ്യിൽ ഞങ്ങളുടെ കയ്യിൽ സിൽവറും ഗോൾഡും ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾക്കുള്ളത് തരാമെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹീലാകപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ച് വലത്തെ കയ്യിൽ പിടിച്ച് പൊക്കുന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കാല് ശരിയാകുന്നു. അദ്ദേഹം തുള്ളിച്ചാടി സന്തോഷത്തോടു കൂടി ഒരു മഹാ അത്ഭുതം ജീവിതത്തിൽ നടന്നത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഒക്കെ ഇദ്ദേഹത്തെ എപ്പോഴും കാണുന്നുള്ളു. അപ്പൊ അവരെല്ലാം കൂടുന്നു കൂട്ടമായിട്ട് പീറ്ററിന്റെയും ജോണിന്റെയും ചുറ്റും കൂടുന്നു. അപ്പൊ ഇത് കണ്ട ഒരു അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് മുതലെടുക്കുന്നതിന് വേണ്ടി, മോശപ്പെട്ട രീതി മുതലെടുക്കുന്നതിനല്ല, യേശുവിനെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി പീറ്റർ അവരോട് സംസാരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകരും സാധുക്യരും എല്ലാം വന്നിട്ട് ഇവരെ തടയുന്നു. എന്നിട്ട് അവരെ പിടിച്ചോണ്ട് പോകുന്നു അല്ലെ, ജയിലിലാക്കുന്നു. അപ്പൊ ഈ സാധുക്യരുടെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ മൊത്തം എടുക്കുന്ന സാധുക്യന്മാരെയും പിന്നെ പരീശന്മാരെയും കൂടി മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ പരീശന്മാർക്ക് റിവൈവൽ അല്ലെ കിട്ടിയിരിക്കുന്ന ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയും കൂടെയൊക്കെ എന്താ പറയുക, കുറേയും കൂടെയൊക്കെ ഒരു ആത്മീയമായിട്ട്, ശരിക്കും പറഞ്ഞാൽ ആത്മീയമല്ല, പക്ഷെ എന്നാലും ഇവരെക്കാളും സാധുക്യരെക്കാളും കുറച്ചും കൂടെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഫാരിസീസ് എന്ന് പറയുന്ന പരീശന്മാരെന്ന് പറയുന്നത്. അപ്പൊ പരീശന്മാര് ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി അല്ലെ, റിസറക്ഷനെ പറ്റി അവർ വിശ്വസിക്കുന്നു, ഏഞ്ചൽസിൽ അവർ വിശ്വസിക്കുന്നു, എന്താ പറയുക, മാലാഖമാരിൽ അവർ വിശ്വസിക്കുന്നു. പക്ഷെ ഇവരെങ്ങനെയല്ല, സദൂക്യരെങ്ങനെയല്ല, ഇവരതിലൊന്നും വിശ്വസിക്കുന്നില്ല അല്ലെ. സാധുസീസ് അവരിലൊന്നും വിശ്വസിക്കുന്നില്ല, റിസറക്ഷനിൽ വിശ്വസിക്കുന്നില്ല, ഏഞ്ചൽസിൽ വിശ്വസിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് സാധൂക്യരും പരീശന്മാരും തമ്മിൽ എപ്പോഴും വഴക്ക് തന്നെ അല്ലെ. അപ്പം ഇവിടെ സദൂക്യർ അപ്പൊ അന്നത്തെ ഹൈപ്രീസ് എന്നൊക്കെ പറഞ്ഞ സദൂക്യരല്ലോ, കെയാഫസും അനനാസും അല്ലെ എല്ലാം ഇത് സദൂക്യരിൽപ്പെട്ടവർ. അപ്പൊ ഇവര് പീറ്ററിനെയും ജോണിനെ പിടിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഇവരെ ഒരു കൗൺസിൽ കൂടിയിട്ട്, മൂപ്പന്മാരും ശാസ്ത്രന്മാരും എല്ലാം കൂടെ കൂടിയിട്ട് ഒരു കൗൺസിൽ കൂടി, ജെറുസലേമിൽ ഒരു കൗൺസിൽ കൂട്ടി ഇവരെ കൊണ്ടുവരുന്നു, ജയിലിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പൊ പത്രോസ് അല്ലെ, ഇവരോട് പീറ്ററിനോടും ജോണിനോടും എന്താ ശക്തി കൊണ്ട്, എന്ത് നാമത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നു ചോദിക്കുമ്പോൾ അതിന് ഉത്തരമായിട്ട് പീറ്റർ എഴുന്നേറ്റ് നിന്ന് ശക്തമായിട്ട് രീതിയിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് നിറഞ്ഞുകൊണ്ട് അല്ലെ യേശുവിന്റെ പേര് വാഴ്ത്തുന്നു അല്ലെ, യേശുവിനെ പറ്റി സംസാരിക്കും. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഇവര് ഇങ്ങനെയല്ല പറഞ്ഞു, പത്രോസിന്റെ യോഹന്നാന്റെ ധൈര്യം കാണിക്കയാൽ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരായ മനുഷ്യർ എന്നും ഗ്രഹിക്കുകയും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. അപ്പൊ ഈ സദൂക്യർ നോക്കുമ്പോ, ഈ മൂപ്പന്മാരും ഒക്കെ നോക്കുമ്പോ ഇത്രയും നാളും ഇത് ഈ ആൾക്കാർ ഡിഫറെന്റ് ആയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പഠിച്ചിട്ടില്ലാത്തവരാണ്, ഇവർക്ക് ട്രെയിനിങ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്, സാധാരണക്കാരനായിട്ടുള്ള വ്യക്തികളാണ് ഇവര്. ഇതൊക്കെ എങ്ങനെ നടക്കും അല്ലെ, ഇതൊക്കെ എങ്ങനെ നടക്കും? അപ്പൊ ഇവർക്ക് മനസ്സിലായി ഇവര് യേശുവിന്റെ ഒപ്പം ഉള്ളവരായിരുന്നു അല്ലെ. അപ്പൊ വലിയൊരു ടെസ്റ്റുമണിയാണ് അവിടെ ഇവർക്കുണ്ടായ മാറ്റം. ഇവര് സാധാരണക്കാരായ മനുഷ്യർക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒരു മാറ്റം, അത് ഭയങ്കരമായിട്ട് ഒരു ടെസ്റ്റുമണിയാണ്. അപ്പൊ പീറ്ററിനെ പറ്റി നമ്മൾ പറയുവാണ്, പീറ്ററിന്റെ കാര്യം, പീറ്ററിന് ഒട്ടും ധൈര്യമില്ലാതിരുന്ന ആള് അങ്ങനെയല്ല, ചിലപ്പോൾ ധൈര്യം കാണിച്ചുകൊണ്ടിരുന്നു, ചിലപ്പോൾ ധൈര്യം കാണിക്കാതിരുന്ന ആള്. വെള്ളത്തിൽ കൂടെ യേശുവിന്റെ ഒപ്പം നടക്കണമെന്ന് ധൈര്യം കാണിച്ച ഒരൊറ്റ വ്യക്തി മാത്രം ഉണ്ടായിരുന്നു എന്നുള്ള അപ്പോസ്റ്റലന്മാരുടെ കൂട്ടത്തിൽ, അത് പീറ്റർ മാത്രമായിരുന്നു അല്ലെ. പിതാവ് പീറ്ററിനോട് ആണ് ആദ്യമായിട്ട് യേശുക്രിസ്തുവാണ് രക്ഷകൻ എന്നും ക്രൈസ്റ്റ് എന്നും പറഞ്ഞത്. അത് യേശു ചോദിക്കുമ്പോൾ, എന്നെപ്പറ്റി ജനം എന്ത് ചോദിക്കുമ്പോഴും നിങ്ങൾ എന്നെപ്പറ്റി എന്ത് പറയുന്നു ചോദിച്ചപ്പോഴും പീറ്റർ ഉടനെ തന്നെ പറഞ്ഞു, അങ്ങാണ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു. അതേ നിമിഷത്തിൽ തന്നെ അങ്ങക്ക് ക്രൂശുമരണം ഉണ്ടാകരുതെന്ന് പറഞ്ഞു. അപ്പൊ ഒരു നിമിഷം കറേജും ഒരു നിമിഷം ദൈവത്തിൽ ഉള്ള റിവലേഷനിലും അടുത്ത നിമിഷം പിശാചിന്റെ റിവലേഷനിലും ഒക്കെ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു പീറ്റർ അല്ലെ. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു അവരിലേക്ക് ഊതിയതിന് ശേഷം അല്ലെ, ഹോളി സ്പിരിറ്റ് ഗോഡിനെ ഊതിയതിന് ശേഷവും പിന്നെയും പീറ്റർ തീരുമാനമെടുത്തൊക്കെ ഞാൻ എന്താ പറയുക, വലയിടാൻ പോവുകയാണ്, ഞാൻ ഫിഷിങ്ങിന് പോവാണെന്ന് തീരുമാനം എടുത്ത ഒരാൾ. അപ്പൊ പീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ, ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിന് ഉടമയായിരുന്നു പീറ്റർ. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു പീറ്റർ. പക്ഷേ ഹോളി സ്പിരിറ്റ് ഗോഡ് പെന്തക്കോസ്ത് നാളിൽ വന്നു കഴിഞ്ഞപ്പോൾ
ആകപ്പാട് ചേഞ്ചാ പീറ്ററിനുണ്ടായത്. കറേജാ ഉണ്ടായത്. ഭയങ്കരായിട്ട് ധൈര്യമുണ്ടാ. പീറ്റർ എന്നുള്ള വ്യക്തി അങ്ങ് മാറി. കണ്ടമാനങ്ങ് മാറി അല്ലെ. പീറ്ററാണെങ്കില് യേശുവിന്റെ ക്രൂശ് മരണത്തെ സമയത്ത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് വിചാരിച്ചു. ഗൊൽഗോത്തയിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചോളൂ. പക്ഷെ ഇപ്പൊ പീറ്റർ ഏറ്റു യേശു ക്രിസ്തുവിനെ പറ്റി പറയുവാണ്. ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് ഉണ്ടാവും. 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ, പ്രവർത്തികളുടെ തന്നെ 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ഈ അപ്പോസ്തലന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് പിന്നെ നിങ്ങൾ യേശുവിനെ പറ്റി സംസാരിക്കരുതെന്ന് പറഞ്ഞു വിടുന്നു. പക്ഷെ അതിന് മുമ്പ് ഇവരെ അടിക്കുന്നു അല്ലെ. അടിച്ചിട്ടാണ് അവരെ വിടുന്നത്. അപ്പൊ അപ്പോസ്തലന്മാരെല്ലാം സന്തോഷിക്കുവാണ്. യേശുവിന്റെ നാമത്തില് നമുക്ക് എന്താ പറയാ ഇങ്ങനെ അടിയെ കൊള്ളാനുള്ള ഒരു യോഗ്യത ഉണ്ടായല്ലോ എന്നോർത്തൊരു സന്തോഷിക്കണം. അപ്പൊ നേരത്തെ നമുക്കൊരു പീറ്റർ എന്താ പറയുക ഈ ഹൈപ്രീസ്റ്റിന്റെ വീടിന്റെ അവിടുത്തെ ആ വേലക്കാരി പെൺകുട്ടിയോട് പോലും കള്ളത്തരം പറഞ്ഞാണല്ലോ. എനിക്ക് യേശുവിനെ അറിയത്തില്ല എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ആളാണ്. അത്രയും കൂടെ കറേജ് ഇല്ലായിരുന്ന ആളായിരുന്നു. അത്രയ്ക്കും കൂടെ ധൈര്യമില്ലായിരുന്ന ആളായിരുന്നു പീറ്റർ. പക്ഷെ അതിനുശേഷം പീറ്റർ ചേഞ്ച് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇതിന് ശേഷം ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഈ ഒരു കാര്യത്തിന് ശേഷം അവര് പിന്നെ ചെന്ന് അപ്പൊ അതിനു മുമ്പ് പറയട്ടെ. അപ്പൊ ഇവർക്കുണ്ടായ മാറ്റം എന്താണ്? ഇവരെ ഹോളി സ്പിരിറ്റ് കൊണ്ട് യേശുക്രിസ്തു ഫിൽ ചെയ്തു. അതാണ് ഇവർക്കുണ്ടായ മാറ്റം. അപ്പൊ ഈ കറേജ് ഇല്ലാഴികയ്ക്ക്, ധൈര്യമില്ലാഴികയ്ക്കുള്ള പരിഹാരം എന്നുള്ളത് ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നെയാണ് അല്ലെ. നമുക്കറിയാം ഇതേ ചാപ്റ്ററിൽ 4ാമത്തെ ചാപ്റ്ററിന് പ്രവർത്തിയുടെ 4ാമത്തെ ചാപ്റ്റർ തന്നെ പീറ്ററും ജോണും ചെന്നിട്ട് ഇവര് കൂട്ടാളികളോട് പറയുന്നുണ്ടല്ലോ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യത്തെപ്പറ്റി പറയുമ്പോൾ അവര് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. ധൈര്യത്തിലായിട്ട് പ്രാർത്ഥിക്കുക, ഹോളി സ്പിരിറ്റ് ഗോഡിനോട് നിറയ്ക്കുകയോ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ധൈര്യമില്ലാഴിക എന്നുള്ള പ്രോബ്ലത്തിന് പരിഹാരമായിട്ട് ദൈവം ചെയ്തെന്താ, ഇവരെ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നിറയ്ക്കുക എന്നുള്ളത് ചെയ്ത് അല്ലെ. അപ്പൊ നമുക്കറിയാം പോള് തിമോത്തിയോട് പറഞ്ഞത്. അപ്പൊ തിമോത്തി എങ്ങായിരുന്നു? പോള് ഓൾറെഡി കാരാഗൃഹത്തില് റോമൻ കാരാഗൃഹത്തിൽ കിടക്കുന്നു. പോളിന്റെ മരണം അടുത്തിരിക്കുന്നു. പോളിനെ തല വെട്ടി കൊല്ലുന്ന സമയം അടുത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പോള് തിമോത്തിക്ക് ലെറ്റർ എഴുതുന്നു. അപ്പൊ 2ാമത്തെ തിമോത്തിയോസിന്റെ അകത്ത് പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ പറയുക, തിമോത്തിയോട് പറയുക കറേജ് ഉള്ളവനായിരിക്കണം എന്ന് പറയുക. നിന്റെ ഉള്ളിൽ ഉള്ള ആ ദൈവം കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റുകൾ അല്ലെ, അത് നീ വർക്ക്ഔട്ട് ചെയ്യണം. അത് എന്താ പറയുക, നീ തള്ളിക്കളയരുത്. നിങ്ങൾ പറഞ്ഞ് എന്റെ കൈവെപ്പിനാൽ 6ാമത്തെ വാക്ക് പറയുക. 2ാമത്തെ തിമോത്തിന്റെ 1:6-7 പറയുന്നത്. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജലിപ്പിക്കണം എന്ന് നിന്നെ ഓർപ്പിക്കുന്നു അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പേടിച്ചിരിക്കുന്നവനാകരുത്. 7ാമത്തെ വാക്ക് പറയുക, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെ സുബോധത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അപ്പൊ നീ പേടിച്ചിട്ട് നിന്റെ ഉള്ളിലുള്ള കൃപാവരത്തെ നീ മറച്ചു വച്ചുകൊണ്ടിരിക്കുന്നവനായിരിക്കരുത്. ആ കൃപാവരം ദൈവം തന്നിരിക്കുന്ന നീ ഓപ്പറേറ്റ് ചെയ്യുക തന്നെ വേണം. അത് നീ ഉപയോഗിക്കുക തന്നെ വേണം. അല്ല നീ പേടിച്ചിരിക്കുന്നു. നീ ചെറിയ ചെക്കനൊക്കെയാണോ അത് വാസ്തവം. പക്ഷെ തിങ് ഈസ് ദാറ്റ് എന്താ പറയുക, നീ പേടിക്കരുത്. കാരണം പേടിയുടെ ആത്മാവിനെ അല്ല നമുക്ക് തന്നിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ പേടി എന്നുള്ളത് ഒരാത്മാവാണ്, പിശാചിൽ നിന്നുള്ള ഒരു ആത്മാവാണ് അല്ലെ. ഭീരുത്വം എന്നുള്ളത് ഒരു ആത്മാവാണ്. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കും. നമ്മൾക്ക് മിക്കവാറും ആൾക്കാർക്കും ഉള്ള ഒരു എന്താ പറയുക, നേരത്തെയെങ്കിലൊക്കെ ഉള്ള കാര്യം എന്താ, പേടി. എല്ലാ കാര്യത്തിനും പേടി അല്ലെ. ഇങ്ങനെയാകുമോ അങ്ങനെയാകുമോ എന്നുള്ള കാര്യം നമ്മൾ യേശുവിലാകുന്നതിന് മുമ്പേ പിന്നെ പറയുകയും വേണ്ട അല്ലെ. നിറച്ച് എല്ലാ കാര്യത്തിനും പേടിയായിരുന്നു അല്ലെ. പക്ഷേ ദൈവം ഇവിടെ പറയുക പേടി എന്നുള്ള ആത്മാവാണ് ദുരാത്മാവാണ്, പിശാചിൽ നിന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം അയച്ചിരിക്കുന്ന ആത്മാവ്, അതായത് ദൈവത്തിന്റെ ആത്മാവ്, പിതാവിന്റെ പുത്രന്റെ ആത്മാവ് എന്നുള്ള ശക്തിയുടെ ആത്മാവാണ്, സ്നേഹത്തിന്റെ സുബോധത്തിന്റെ ആത്മാവാണ്. യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ആത്മാവാണ്, അതേ ശക്തിയാണ് നമ്മുടെ ഉള്ളിലുള്ള. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളും കുറ്റങ്ങളും കുറവുകളും അത് നമ്മൾക്ക് തന്നെ അറിയാമെങ്കിൽ അല്ലെ, നമ്മള് ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ നമ്മൾ താല്പര്യപ്പെടുകയാണെങ്കിൽ, നമ്മളത് ചെയ്യുവാണെങ്കിൽ പീറ്ററും ജോണും ഒക്കെ ചെയ്തതുപോലെ അല്ലെ. അവർക്ക് ധൈര്യമൊന്നും ഉള്ള വ്യക്തികളായിരുന്നില്ല, അവർക്ക് പേടിയുള്ള വ്യക്തിയായിരുന്നു. പീറ്റർ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതാണ് അല്ലെ. യേശുക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം പിന്നെയും ഇവർക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പിന്നെയും പീറ്റർ മീൻ പിടിക്കാൻ പോയ വ്യക്തിയാണ്. ഒട്ടും മനസ്സിന് കട്ടിയല്ല, ഒരു ധൈര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ചായുകയും ചെയ്യുകയും ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും മറിയുകയും ചെയ്യുന്ന അഭിപ്രായമുള്ള ഒരു വ്യക്തിയായിരുന്നു.
തീരുമാനത്തിന് സ്ഥിരതയില്ലാത്തൊരു വ്യക്തിയായിരുന്നു പീറ്റർ. പക്ഷെ അബദ്ധത്തിൽ നിന്ന് പീറ്റർ എന്നുള്ള വലിയൊരു അപ്പോസ്തലനാക്കി മാറ്റിയതാണ് യേശുക്രിസ്തു അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡിനെ അയച്ചത് കൊണ്ട്, ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ എല്ലാ കാര്യത്തെപ്പറ്റി ഇതാ പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെയും പ്രാരാബ്ദങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ കഴിവില്ലാഴികളെയും അല്ലെ, നമ്മൾക്ക് നമ്മുടെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ അതെല്ലാം നമ്മുടെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ നമ്മൾ താല്പര്യപ്പെടുകയാണെങ്കിൽ, നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൽ വർക്ക് ചെയ്യാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. മനസ്സുമുള്ളവനാണ്. കഴിവ് മാത്രം പോലെ മനസ്സും കൂടെ വേണമല്ലോ. നമ്മുടെ ദൈവത്തിന് അതിനുള്ള മനസ്സുമുണ്ട്. നമ്മുടെ ജീവിതം എല്ലാ ഏരിയയിലും പ്രോസ്പെറസ് ആയിരിക്കണം എന്നാണ്, അഭിവൃദ്ധിയുള്ളതായിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ജോൺ ഒറ്റ ചാപ്റ്റർ, അപ്പൊ അതിന്റെ 2ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഏരിയയും നമ്മൾ അഭിവൃദ്ധിയുള്ളതാണ്, പ്രോസ്പെറസ് ആയിരിക്കണം. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം പ്രോസ്പെറസ് ആയിരിക്കുന്നു, അഭിവൃദ്ധി ഉള്ളതായിരിക്കും, വെച്ചാൽ നല്ല ആരോഗ്യമുള്ളവരായിരിക്കും. നമ്മുടെ ഫൈനാൻസ്, നമ്മുടെ സാമ്പത്തികം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം, നമ്മുടെ എല്ലാം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ആത്മാവ്, എല്ലാ കാര്യവും എല്ലാം അഭിവൃദ്ധി ഉള്ളതായിരിക്കണം അല്ലെ. നമ്മളിങ്ങനെ ഒന്നുമില്ലാത്തവര്, സമാധാനമില്ലാത്തവര്, അതിനായിട്ടല്ല നമ്മളെ ദൈവം വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 14ാമത്തെ ചാപ്റ്ററിൽ പോകുമ്പോൾ യോഹന്നാന്റെ, അപ്പൊ യേശു ഇങ്ങനെ പറയുക, ഞാന് അന്ന് ഇപ്പൊ 13, 14 വായിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. 13, 14, 15, 16, 17 വരെയുള്ള ചാപ്റ്ററുകൾ യോഹന്നാന്റെ. യേശുവിന്റെ അവസാനത്തെ സമയത്ത് ഇവിടെ ലോകത്ത് മനുഷ്യനായിട്ടുണ്ടായിരുന്ന സമയത്ത്, അവസാനത്തെ സമയത്ത് അവരോട് പറഞ്ഞ കാര്യങ്ങളെ പറ്റിയാണ് അല്ലെ. 13ാമത്തെ ചാപ്റ്ററിൽ അവരുടെ ശിഷ്യന്മാരുടെ കാല് വാഷ് ചെയ്യുന്ന കാര്യമൊക്കെ, പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുവാണ്. എല്ലാം പറയുമ്പോൾ യേശുക്രിസ്തു ഇങ്ങനെ പറയുവാണ്, ഞാന് 14ാമത്തെ ചാപ്റ്ററിൽ 25 തൊട്ട് 28 വരെയുള്ള വാക്കുകൾ വായിക്കാൻ നമുക്ക്, 27 വരെയുള്ള വാക്കുകൾ വായിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. യേശു ഇങ്ങനെ പറയുക, ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഇനി പിതാവ് എന്റെ പേരിൽ അയക്കാൻ പോകുന്ന കാര്യസ്ഥൻ അല്ലെ, പരിശുദ്ധാത്മാവ് എന്നുള്ള ഹെൽപ്പർ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ വേറെയും കൂടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കും അല്ലെ, നിങ്ങളെ ഓർമ്മപ്പെടുത്തുക ചെയ്യും അല്ലെ. അതിനുശേഷം പറയുക 27ാമത്തെ വാക്ക്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അപ്പോൾ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ശ്രമിക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഹൃദയം കലങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളോട് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ 2 കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തരാൻ പോകുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുക ചെയ്യും. അപ്പൊ അങ്ങനെ എന്റെ സമാധാനവും നിങ്ങളിലേക്ക് വരും അല്ലെ. അപ്പൊ സമാധാനം വേണമെങ്കിൽ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലുള്ള ജീവിതമായിരിക്കണം. റോമർ ലേഖനത്തിൽ 8ാമത്തെ ചാപ്റ്ററിൽ 6ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജഡത്താൽ നയിക്കപ്പെടുന്ന മനസ്സാണ് നമ്മുടെ എങ്കിൽ ആ മനസ്സ് മരണമായിരിക്കും. പക്ഷെ ആത്മാവിനാൽ, ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന നമുക്ക് മനസ്സാണ് ഉള്ളതെങ്കിൽ നമുക്ക് സമാധാനമാണ്. ആ മനസ്സ് പറഞ്ഞ സമാധാനമാണ്, അത് ജീവനുമാണ് അല്ലെ. അപ്പൊ നമ്മൾ ജീവനും സമാധാനവും ധൈര്യവും ഉള്ളവര് ആയിരിക്കുക, നമ്മൾ പ്രോസ്പെറസ് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കും. അതാണ് പിതാവിന്റെ ആഗ്രഹം. അതിനായിട്ട് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, ഹോളി സ്പിരിറ്റ് ഗോഡിനെ നമ്മുടെ ജീവിതത്തിൽ നാഥനാക്കി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, നമ്മൾ നാഥനായിട്ട് തന്നെ നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾ ഒബേ ചെയ്യുവാണെങ്കിൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും, കറേജ് ഉണ്ടാവും, മാറ്റങ്ങൾ വരും അല്ലെ. നമ്മളുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ വലിയൊരു എന്താ ഒരു ടെസ്റ്റിമണി ആയിട്ട്, ദൈവത്തിനോട് ടെസ്റ്റിമണി ആയിട്ട് തന്നെ വരികയും ചെയ്യും അല്ലെ. അപ്പൊ പീറ്ററിനെ കണ്ടുകൊണ്ട്, പീറ്ററിനെയും ജോണിനെയും കണ്ടിട്ട് ഇവര് സാധാരണക്കാരായ മനുഷ്യരാണല്ലോ, ഇവർക്ക് പിന്നെ എങ്ങനെ സംസാരിക്കാൻ പറ്റും ഇങ്ങനെ അല്ലെ എന്ന് ആകും. അപ്പൊ ആൾക്കാർ പറയുന്നു, ഇവര് സാധാരണക്കാരൻ മനുഷ്യരാണ്, ഇത്രയും പ്രശ്നത്തിന്റെ ഇടയ്ക്ക് ഇവർക്ക് എങ്ങനെ കുലുങ്ങാൻ നിൽക്കാൻ സാധിക്കുന്നു നമ്മളെ പറ്റി പറയും അല്ലെ. നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ, ഇത്രയും നാട്ടിൽ മൊത്തം യുദ്ധത്തോട് യുദ്ധം, ഓരോ പ്രശ്നങ്ങള്, ആ പ്രശ്നം ഈ പ്രശ്നം അല്ലെ, കൊല്ലും കൊലപാതകം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കും അല്ലെ, പ്രശ്നത്തിന്റെ നടുക്കുന്നു ഇത്രയധികം സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ വ്യക്തികൾക്ക് എങ്ങനെ നിൽക്കാൻ സാധിക്കുന്നു എന്നൊരു ചോദ്യം ആളുകളുടെ മനസ്സിൽ നിന്ന് ഉണ്ടാകും. നമ്മൾ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളാണ്. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനാണെങ്കിൽ അല്ലെ, നമ്മള് വസിക്കുന്നവനാണെങ്കിൽ എന്നല്ല, നമ്മുടെ ഉള്ളില് പ്രവൃത്തി ചെയ്യുന്നവരാണ്, നമ്മൾ അനുവദിക്കുന്നവരാണെങ്കിൽ അല്ലെ. അതിനെപ്പറ്റിയാ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലാന്ന് പറയാൻ പറ്റത്തില്ല അല്ലെ. മിക്കവാറും ക്രിസ്ത്യൻസിന്റെ കാര്യം എന്താ വെച്ചാൽ ഹോളി സ്പിരിറ്റ് ഗോഡിനെ സൈലന്റ് ആക്കി വെച്ചിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന അനുസരിച്ചൊന്നും ജീവിക്കാൻ താല്പര്യം കാണിക്കാതെ ഹോളി സ്പിരിറ്റ് ഗോഡിനെ സൈലന്റ് ആക്കി വെച്ചിരിക്കുക. അപ്പൊ അതിനെപ്പറ്റിയല്ല പറയുന്നത്. അപ്പൊ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്നത് അല്ലെ, ലീഡ് ചെയ്യപ്പെടുന്ന വ്യക്തികളാണ്. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ
അങ്ങനെയുള്ള വ്യക്തികൾ കറേജ് ഉള്ളവരായിരിക്കും. ആഹ് എന്താ പറയാ, സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ളവരായിരിക്കും, സ്നേഹമുള്ളവരായിരിക്കും, അല്ല പവർ ഉള്ളവരായിരിക്കും. വെറുതെ എല്ലാ കാര്യത്തിനും സങ്കടപ്പെട്ടുകൊണ്ട് നടക്കുന്ന വ്യക്തികളായിരിക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുക. ദൈവത്തിന് മാത്രം പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതൊരു വലിയ ടെസ്റ്റിമോണി ആയിട്ട് മാറുക തന്നെ ചെയ്യും. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ എല്ലാ കാര്യത്തിലും പേടിച്ചും വിഷമിച്ചും നടക്കുന്നതിന് വേണ്ടിയല്ല നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന ദൈവം, അല്ലെ? നമ്മൾ യേശുവിന്റെ പോലെയാണ്. യേശുവിന്റെ മനസ്സുള്ള വ്യക്തികളാണ് നമ്മൾ. അപ്പൊ യേശുവിന്റെ മനസ്സുള്ള വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് യേശു കംപ്ലീറ്റ്ലി ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്കാണ് കൊടുത്തിരുന്നത് തന്റെ ജീവിതത്തെ. അപ്പൊ അതുപോലെ ഹോളി സ്പിരിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന പുതിയ ക്രിയേഷനാണ് നമ്മൾ, അല്ലെ? പുതിയ ക്രിയേഷൻ ഓരോ നിമിഷത്തില് ഈ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? യേശുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന്റെ കയ്യിലേക്ക്, യേശുവിന്റെ കയ്യിലേക്ക് എന്താ പറയുക, കൊടുക്കുക. പിന്നെ വിശ്വാസം വേണം. വിശ്വാസമില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല, അല്ലെ? അപ്പൊ നമ്മള് ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മളെ കൊടുത്തുകൊണ്ട് വിശ്വസിക്കുക. വിശ്വാസമില്ലാതെ നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തില്ല. വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകുക, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാ പറയുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും ധൈര്യമില്ലെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ മനസ്സമാധാനമില്ലെന്ന് പറയുമ്പോൾ, വിശ്വാസത്തോടുകൂടി പിതാവിന്റെ കയ്യിലേക്ക്, ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, വിശ്വാസത്തോടുകൂടി ദൈവം നമ്മോട് സംസാരിക്കുന്ന വിശ്വസിക്കാൻ, അതിൽ ട്രസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ജീവിതത്തിൽ വലിയ വിടുതലായിരിക്കും. അത് വലിയ ഒരു ടെസ്റ്റിമണി ആയിട്ട് മാറുക തന്നെ ചെയ്യും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയാനുണ്ടായിരുന്നു. എനിക്ക് നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. പ്രേസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ ഗോഡ്. അങ്ങനെ പോലെ ദൈവമില്ല. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഞങ്ങളുടെ പ്രശ്നത്തിൽ നിന്നെല്ലാം പിടിപ്പിക്കുന്നതിനായിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ അനാഥരല്ല കർത്താവ് ലോർഡ് ഫാദർ, സ്ട്രെങ്ത് ഇല്ലാത്തവരല്ല. ഞങ്ങൾ വീക്കായിട്ടുള്ള വ്യക്തികൾ, വീക്കായിട്ടുള്ള മൈൻഡുള്ള വ്യക്തികളും അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങുണ്ട് കൂടെ, ഞങ്ങളുടെ കൂടെ. കർത്താവ്, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അങ്ങ് ഞങ്ങളുടെ ദൈവമായിരിക്കും. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇന്ന് കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മാത്രം ഉണ്ടാകും.